എത്രയോ ആളുകൾ ഈയൊരു തണലിൽ അവർ സാന്ത്വനം കൊള്ളുന്നു എന്നുള്ളതാണ്. മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾ, അതുപോലെ തളർന്ന രോഗികൾ, കിടപ്പ് രോഗികൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരാണ്. ആ ഒറ്റപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല. അതിനൊരു മനസ്സ് വേണം, അതിന് കാരുണ്യം വേണം, അതിന് സമർപ്പണം വേണം, ക്ഷമ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈയൊരു മേഖലയിൽ നമുക്ക്, ഇത്തരം ചേർത്ത് പിടിക്കലിൽ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമ്മൾ കാണാത്ത ഇടങ്ങൾ, ഇത്തരം ഒരുപാട് മേഖലകൾ അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളാണ്. അപ്പോൾ അവിടെ നമ്മുടെ കണ്ണുകൂടി എത്തുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. മനുഷ്യൻ്റെ മാനുഷികമായ അവൻ്റെ ഇടപെടൽ, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ തീർച്ചയായും അവന് സ്വതന്ത്രമായി ചിന്തിക്കാനും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനും സഞ്ചരിക്കാനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരുപക്ഷെ മനുഷ്യനെന്താ എന്ന തോന്നൽ പോലും ഉണ്ടാക്കുന്ന രീതിയിൽ അവഗണിക്കപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്ക് ഞാനും ഒരു മനുഷ്യനാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അവരെ പരിഗണിക്കുക, അവരോടൊന്ന് പുഞ്ചിരിക്കുക എന്നതുപോലും നമ്മുടെ ഒരു വലിയ ധാർമ്മികപരമായ ഒരു കടമയാണ്.